ബോർഡാണ്. ആ ദേവസ്വം ബോർഡാണ് ചട്ടങ്ങൾക്ക് വിരുദ്ധമായും ഹൈക്കോടതി ഉത്തരവ് ലംഘിച്ചും ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഈ തട്ടിപ്പ് നടത്താനുള്ള അവസരം ഒരുക്കി കൊടുത്തത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ നിരീക്ഷണം എന്താ? അതിൻ്റെ നിരീക്ഷണം എന്ന് പറയുന്നത് ഈ തട്ടിപ്പ് നടത്താനുള്ള ഗൂഢാലോചനയിൽ ദേവസ്വം ബോർഡ് അധികൃതർക്ക് നിർണായകമായിട്ടുള്ള പങ്കുണ്ട് എന്ന് പ്രത്യേക അന്വേഷണ സംഘം അതിൻ്റെ നിഗമനത്തിൽ എത്തിയിരിക്കുന്നു. നമസ്കാരം. കഴിഞ്ഞ 2-3 ആഴ്ചകളായി ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയായിരുന്നു നമ്മുടെ മാധ്യമങ്ങളുടെ പ്രധാന വിഷയം. പക്ഷേ ഇന്നും ഇന്നലെയുമൊക്കെയായി ചെറിയ കോളങ്ങളിലെ വാർത്തകളിലേക്ക് ഈ ഒരു വിഷയം, ഗൗരവകരമായ വിഷയം ഒതുങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറസ്റ്റ് ചെയ്തതോടുകൂടി മറ്റു വിഷയങ്ങളിലേക്ക് ശ്രദ്ധ തിരിച്ചുവിട്ട് യഥാർത്ഥ കുറ്റവാളികളെ, ഇവരോടൊപ്പം നിന്നവരെയൊക്കെ രക്ഷിക്കാനുള്ള ഒരു ശ്രമമാണ് നടക്കുന്നതെന്ന് തോന്നുന്നു. ഇത് നമ്മൾ മുൻകൂട്ടി തന്നെ പറഞ്ഞതാണ്. അല്ല, അങ്ങനെ ഒരു സംശയം പൊതുമണ്ഡലത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ 10-ാം തീയതിയാണ് അന്വേഷണം ആരംഭിച്ചത്. അതിൻ്റെ രസകരമായ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ 6 ആഴ്ച കൊണ്ട് അന്വേഷണം പൂർത്തിയാക്കണമെന്നാണ് ഹൈക്കോടതി പറഞ്ഞത്. എന്ന് മാത്രമല്ല, എല്ലാ 2 ആഴ്ച കൂടുമ്പോഴും ഇടക്കാല റിപ്പോർട്ട് സമർപ്പിക്കണം എന്നും ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ പശ്ചാത്തലത്തിൽ നമ്മൾ നോക്കുമ്പോൾ ആദ്യത്തെ ഇടക്കാല റിപ്പോർട്ട് 24-ാം തീയതി സമർപ്പിക്കണം. 2 ആഴ്ച പൂർത്തിയാക്കാൻ പോകും. ഈ 2 ആഴ്ചയ്ക്കുള്ളിൽ ഇതുവരെ നടന്ന ഒരു നടപടി എന്ന് പറയുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ഈ 1-ാം പ്രതിയുടെ അറസ്റ്റ് മാത്രമാണ്. സ്വാഭാവികമായും ഈ 10 ദിവസത്തിനുള്ളിൽ എന്തുകൊണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ മാത്രം അറസ്റ്റ് ചെയ്തു, മറ്റുള്ളവരെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്തില്ല എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ വരിക സ്വാഭാവികമാണ്. അപ്പോൾ അതുകൊണ്ട് അന്വേഷണം വഴിതെറ്റുകയാണോ എന്നൊക്കെയുള്ള സംശയങ്ങളുണ്ട്. അതിനെ ഒന്നും തെറ്റാണെന്ന് നമുക്ക് പറയാനും കഴിയില്ല. കാരണം ഇതിനു മുമ്പ് നമ്മൾ ഒരുപാട് അന്വേഷണങ്ങൾ കണ്ടതാണ്. ആ അന്വേഷണ വഴികളിലൂടെ ഞാനിപ്പോൾ പോകുന്നില്ല. ആ അന്വേഷണങ്ങളെക്കുറിച്ചും അതിൻ്റെ നിരർത്ഥകത്തെക്കുറിച്ചിട്ടൊക്കെ ഒരുപാട് പറഞ്ഞിട്ടുള്ളൊരു പൊതുപ്രവർത്തകനാണ്. അപ്പോൾ ആ പശ്ചാത്തലത്തിൽ ആളുകൾ ഇംഗ്ലീഷ് പറഞ്ഞാൽ വളരെ സ്കെപ്റ്റിക്കാണ്, വളരെ അപ്രിഹെൻസീവാണ്. അവർ ഈ എല്ലാ അന്വേഷണങ്ങളും പരാജയപ്പെടുന്നത് കണ്ട ഒരു പശ്ചാത്തലമാണ് അവരുടെ മുമ്പിലുള്ളത്. സ്വാഭാവികമായും ഇത്രയും വലിയൊരു പെരുങ്കൊള്ള ശബരിമല പോലൊരു സ്ഥലത്ത് നടന്നിട്ട് എന്തുകൊണ്ട് വിചാരിക്കുന്ന ഒരു വേഗതയിൽ ഈ അന്വേഷണം പോകുന്നില്ല എന്നുള്ള ഒരു സംശയം ജനങ്ങൾക്കുണ്ടാവുക സ്വാഭാവികമാണ്. അതിലവരെ തെറ്റു പറയാനും കഴിയില്ല. പക്ഷേ മറുഭാഗം കൂടി നമ്മൾ പരിശോധിക്കണം. ജനങ്ങളുടെ ഒരു ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ അന്വേഷണ സംഘത്തിന് അന്വേഷണം കൊണ്ടുപോകാൻ പറ്റില്ല. നമ്മളത് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ഈ അന്വേഷണ സംഘത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താ? സാധാരണഗതിയിൽ കോടതികൾ ഏതെങ്കിലും ഒരു വിഷയത്തിൽ അന്വേഷണത്തിന് ഉത്തരവിട്ടാൽ ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അന്വേഷിക്കണം എന്നാണ് കോടതികൾ പറയുന്നത്. എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമായി ഈ വിഷയത്തിൽ കോടതി ചെയ്തിരിക്കുന്നത് എന്താ? സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അന്വേഷിക്കണം എന്ന് മാത്രമല്ല, ആ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൽ ആരൊക്കെ ഉണ്ടായിരിക്കണം എന്നും കോടതി സംശയലേശമനെ പറഞ്ഞു. ആ അന്വേഷണ സംഘത്തിലുള്ള മുഴുവൻ ഉദ്യോഗസ്ഥരുടെയും പേര് വിവരം ഹൈക്കോടതി തന്നെ നിർദ്ദേശിക്കുകയാണ്. അന്വേഷണത്തിന് നേതൃത്വം കൊടുക്കേണ്ടത് ADGP ലോ ആൻഡ് ഓർഡർ H. വെങ്കടേഷ്, അന്വേഷണം നടത്തേണ്ടത് S. ശശിധരൻ എന്ന് പറഞ്ഞ ഉദ്യോഗസ്ഥൻ, ആ അന്വേഷണ സംഘത്തിൽ ഇന്ന പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള ഇന്ന സബ് ഇൻസ്പെക്ടർമാർ എന്നുള്ളതുൾപ്പെടെ കോടതി പറഞ്ഞിരിക്കും. കോടതി കൃത്യമായിട്ടുള്ള മാൻഡേറ്റ് അന്വേഷണ സംഘത്തിന് കൊടുത്തിട്ടുമുണ്ട്. ആ അന്വേഷണ സംഘത്തിന് കൃത്യമായിട്ടുള്ള സമയപരിധി കൊടുത്തിരിക്കുന്നു. അത് 6 ആഴ്ച. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 2 ആഴ്ച കൂടുമ്പോൾ ഇടക്കാല റിപ്പോർട്ട് കൊടുക്കണം എന്നും അന്വേഷണ സംഘത്തിൽ. അപ്പോൾ അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ ഉത്തരവാദിത്തമാണ് അവരുടെ മുന്നിലുള്ളത്. ഒന്ന്, ലക്ഷക്കണക്കിന് ആളുകൾ ഓരോ നിമിഷവും ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ഒരു അന്വേഷണം. കോടികൾ കൊള്ളയടിക്കപ്പെട്ടു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ ജനങ്ങളുടെ ശ്രദ്ധ വലിയ തോതിൽ എത്തുന്ന ഒരു അന്വേഷണം. 1. 2, ഹൈക്കോടതിയുടെ കൃത്യമായിട്ടുള്ള നിരീക്ഷണം. ഹൈക്കോടതിയും ഈ ജനങ്ങളെപ്പോലെ വളരെ സാഗൂതം ഈ അന്വേഷണം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സാഹചര്യത്തിൽ അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം വലിയ ഉത്തരവാദിത്തമാണ് അവരുടെ ചുമലിലുള്ളത്. അതുകൊണ്ട് തന്നെ അവർക്ക് ഈ അന്വേഷണത്തിൻ്റെ ഓരോ സ്റ്റെപ്പും വളരെ സൂക്ഷിച്ചും ശ്രദ്ധിച്ച് അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയും. മറുഭാഗത്ത് ഈ പറഞ്ഞതുപോലെ വലിയ തോതിലുള്ള സമ്മർദ്ദം വരും, സ്വാഭാവികമാണ്. കാരണം
തെരഞ്ഞെടുപ്പിന് ഇനി 5-6 മാസം മാത്രമേ ഉള്ളൂ. ഈ ഗവൺമെൻറ്റിനെ ഇല്ലാതാക്കാൻ കത്തിച്ച് കളയാൻ പോകുന്ന ഒരു വിഷയമാണ് ഈ ശബരിമലയിലെ ഈ പെരുങ്കൊള്ള എന്നുള്ളത്. പ്രതിപക്ഷമൊക്കെ എടുത്ത് വലിയ ക്യാമ്പയിനിലേക്കൊക്കെ പ്രതിപക്ഷവും പോയിരിക്കുകയാണ്. സ്വാഭാവികമായും ഈ അന്വേഷണത്തിൽ ഈ പെരുങ്കൊള്ളയിൽ CPM-കാർ ആരെങ്കിലും ഉൾപ്പെട്ടിട്ടുണ്ട് എന്നൊക്കെയുള്ള നിലയിൽ ഈ വൈകിയ വേളയിൽ ഒരു അന്വേഷണ റിപ്പോർട്ട് പുറത്തു വന്നാൽ അത് CPM-നെ സംബന്ധിച്ചിടത്തോളം മാരകമായിരിക്കും എന്നുള്ളത് കൊണ്ട് അവരുടെ ഭാഗത്തു നിന്ന് വലിയ തോതിലുള്ള സമ്മർദ്ദം ഈ അന്വേഷണ സംഘത്തിന് മുകളിലുണ്ടാവും എന്നുള്ള കാര്യത്തിൽ ഞാൻ എന്ന് മാത്രമല്ല, എന്ത് സമ്മർദ്ദം വേണം ചെലുത്താനും എന്ത് ചെയ്യാനും മടിയില്ലാത്ത രാഷ്ട്രീയ നേതാക്കന്മാരാണ് പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ ഇവിടെ ഉള്ളതെന്നുള്ളത് നമ്മൾ പല ഇതിലും കണ്ടു. അപ്പോൾ അതുകൊണ്ട് തന്നെ അന്വേഷണ സംഘം വലിയ സമ്മർദ്ദത്തിലായി. പക്ഷേ എങ്കിലും ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ ഈ അന്വേഷണ സംഘം അല്ലെങ്കിൽ ഈ അന്വേഷണം വഴിതെറ്റിയാണ് പോകുന്നത് എന്ന് പറയാൻ ഞാൻ തയ്യാറല്ല. കാരണം അങ്ങനത്തെ ഒരു അന്വേഷണ സംഘമാണിത് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എന്ന് മാത്രമല്ല, കൃത്യമായിട്ടുള്ള ഒരു 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 ഫ്രെയിം വർക്ക് ഹൈക്കോടതി കൊടുത്തിട്ടുണ്ട്. ദേവസ്വം വിജിലൻസിൻ്റെ 25 പേജുള്ള റിപ്പോർട്ട് ഉണ്ട്. ആ റിപ്പോർട്ടിനകത്തും വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, കൊള്ള പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട്. എന്ന് മാത്രമല്ല, ദേവസ്വം ബോർഡ് അറിയാതെ ഇതൊന്നും നടക്കില്ല എന്നും ആ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ട്, കൃത്യമായി പറഞ്ഞു. മനസ്സിലായി. അപ്പോൾ അങ്ങനെ പറഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ ഈ അന്വേഷണം സമ്മർദ്ദത്തിൻ്റെ അടിസ്ഥാനത്തിൽ വഴിതിരിപ്പിച്ച് കൊണ്ടുപോവുക എന്നൊക്കെ പറയുന്നത് നടക്കാത്ത കാര്യമാണെന്നാണ് എനിക്ക്. എന്ന് മാത്രമല്ല, ഇപ്പോൾ പുതിയൊരു റിപ്പോർട്ടും കൂടി വന്നിട്ടുണ്ട്. അതെന്താണ്? അത് റാന്നി ഫസ്റ്റ് ക്ലാസ് ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് സബ്മിറ്റ് ചെയ്തിട്ടുള്ള ഒരു റിമാൻഡ് റിപ്പോർട്ടാണ്. അതും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ആ റിമാൻഡ് റിപ്പോർട്ട് കൂടി പരിശോധിക്കുമ്പോൾ ഈ അന്വേഷണം വഴിതിരിഞ്ഞു പോകുമെന്നും പ്രതികൾ രക്ഷപ്പെട്ടു പോകുമെന്നും വിശ്വസിക്കാൻ വയ്യ എന്നാണ് ആ റിമാൻഡ് റിപ്പോർട്ട് വായിക്കുമ്പോൾ മനസ്സിലാവും. കാരണം റിമാൻഡ് റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഒന്ന് എന്ന് പറയുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഇത് സ്വർണം പൂശിയതായിരുന്നു, സ്വർണം പൊതിഞ്ഞതായിരുന്നു എന്നുള്ളത് അറിയാമായിരുന്നു. അത് കൃത്യമായിട്ട് അതിനകത്ത് പറയുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റി തട്ടിപ്പ് നടത്താൻ വേണ്ടിയിട്ടാണ് ഈ ശ്രമങ്ങൾ നടത്തിയത് എന്നും റിമാൻഡ് റിപ്പോർട്ടിൽ പ്രത്യേകം പറയുന്നു. ആ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത്, ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഇങ്ങനെ ഒരു അപേക്ഷ തട്ടിപ്പ് നടത്താൻ വേണ്ടിയിട്ട് ദേവസ്വം ബോർഡിന് കൊടുക്കുമ്പോൾ ദേവസ്വം അധികൃതരുടെ അറിവോടെയും, ശ്രദ്ധിച്ചോണം, ദേവസ്വം അധികൃതർ എന്ന് പറഞ്ഞാൽ ആരാ? ദേവസ്വം ബോർഡിൻ്റെ ഭരണസമിതി. അവരുടെ അറിവോടുകൂടിയും ചട്ടങ്ങൾ ലംഘിച്ചും ഹൈക്കോടതി ഉത്തരവുകളെ മറികടന്നും ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിക്ക് ഈ തട്ടിപ്പ് നടത്താനുള്ള അവസരം നൽകിയതിനെ തുറന്നിട്ടാണ് ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി ഈ തട്ടിപ്പ് നടത്തിയത് എന്ന് അസന്നിഗ്ധമായി റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു. എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? അതിൻ്റെ അർത്ഥം ദേവസ്വം ബോർഡിന് ഈ തട്ടിപ്പിൽ നിർണായകമായിട്ടുള്ള പങ്കുണ്ട് എന്നാണ് റിമാൻഡ് റിപ്പോർട്ട് പറയുന്നത്. ദേവസ്വം ബോർഡ് എന്ന് പറഞ്ഞാൽ ആരാ? 2019 ദേവസ്വം ബോർഡ് എന്ന് പറഞ്ഞാൽ പത്മകുമാർ പ്രസിഡൻറ്റും രാഷ്ട്രീയ പാർട്ടിക്കാർ അംഗങ്ങളുമായിട്ടുള്ള ദേവസ്വം ബോർഡാണ്. ആ ദേവസ്വം ബോർഡാണ് ചട്ടങ്ങൾക്ക് വിരുദ്ധമായും ഹൈക്കോടതി ഉത്തരവ് ലംഘിച്ചും ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഈ തട്ടിപ്പ് നടത്താനുള്ള അവസരം ഒരുക്കി കൊടുത്തത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ നിരീക്ഷണം എന്താ? അതിൻ്റെ നിരീക്ഷണം എന്ന് പറയുന്നത്, ഈ തട്ടിപ്പ് നടത്താനുള്ള ഗൂഢാലോചനയിൽ ദേവസ്വം ബോർഡ് അധികൃതർക്ക് നിർണായകമായിട്ടുള്ള പങ്കുണ്ട് എന്ന് പ്രത്യേക അന്വേഷണ സംഘം അതിൻ്റെ നിഗമനത്തിൽ എത്തിയിരിക്കുന്നു. അങ്ങനെ വരുമ്പോൾ ഇതിൻ്റെ ഗൂഢാലോചനയിൽ പങ്കാളിയാണ് എന്നുള്ള നിലയിൽ ബന്ധപ്പെട്ടവരുടെ അറസ്റ്റിലേക്ക് പോവുകയല്ലാതെ വേറെ വഴിയില്ല. അല്ല, പക്ഷേ അവിടെയും മറ്റൊരു വിഷയമുണ്ട്. കാരണം ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾ സ്വർണ്ണക്കടത്ത് കേസ് ഉൾപ്പെടെയുള്ള പല കേസുകളും കണ്ടതാണ്. അതിൻ്റെ അന്വേഷണം എങ്ങനെയാണെന്ന് കണ്ടതാണ്. ദേശീയ അന്വേഷണ ഏജൻസികളുടെ അന്വേഷണം എങ്ങനെ കണ്ടതാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ സാധാരണക്കാരായ ജനങ്ങളുടെ ആശങ്ക എന്താണെന്ന് വെച്ചാൽ, എന്ത് ചെയ്താലും രാഷ്ട്രീയക്കാർ രക്ഷപ്പെട്ടു പോകുന്നു. അത് ഇന്ത്യയിലെ മറ്റേത് സ്റ്റേറ്റിനെ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും കേരളത്തിൽ നിന്ന് വ്യത്യസ്തമാണ്. കേരളത്തിൽ നമ്മൾ എടുത്തു പറയത്തക്കയാണെങ്കിൽ ആർ ബാലകൃഷ്ണപിള്ള മാത്രമേ ഇടമലയാർ കേസിൽ ശിക്ഷിക്കപ്പെട്ടിട്ടുള്ളൂ. വേറെ ഒരു രാഷ്ട്രീയക്കാരും ശിക്ഷിക്കപ്പെട്ടില്ല. എന്നാൽ ഇതുപോലെ കന്നന്തിരിവ് കാണിക്കുന്നവന്മാർ വേറെ ഒരു സ്റ്റേറ്റിലും ഇല്ലെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പക്ഷേ അതുപോലെ ഈ വിഷയത്തിലും രാഷ്ട്രീയക്കാരിലേക്ക് ഈ അന്വേഷണം എത്താതെ ചുരുങ്ങുമോ എന്നുള്ളൊരു ഭയമുണ്ട്. അതുകൊണ്ട് ജനങ്ങളെ എങ്ങനെയാണ് നമുക്കതിൽ കുറ്റപ്പെടുത്തുന്നത്? അതിനകത്ത് ഞാൻ നേരത്തെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞു, ഇപ്പോൾ ജനങ്ങൾക്ക് ഇതിനകത്തുള്ള ആകാംക്ഷ വളരെ ക്ലിയറാണ്. രണ്ട് കാരണമാണ് ഇതിനകത്തുള്ളത്. ഒന്ന്, സുമേഷ് സൂചിപ്പിച്ച പോലെ നേരത്തെ നടന്നിട്ടുള്ള അന്വേഷണങ്ങളെല്ലാം അട്ടിമറിക്കപ്പെട്ടു. അത് ഒന്നാമത്. അതുകൊണ്ടാണ് ജനങ്ങൾ അപ്രിഹെൻസീവും സ്കെപ്റ്റിക്കുമാണ് നിയമം. രണ്ട്, ഈ
കൊള്ള എന്ന് പറയുന്നത് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രബലമായ ഹിന്ദു സമുദായത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആരാധനാലയ കേന്ദ്രത്തിൽ നടന്നിട്ടുള്ള ഒരു വലിയ തട്ടിപ്പാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ രണ്ട് തരത്തിലുള്ള ആശങ്ക ജനങ്ങൾക്ക് ഉണ്ടാവും. പക്ഷേ ഈ അന്വേഷണത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്താ? ഈ അന്വേഷണത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഭരണകൂടം നിയന്ത്രിക്കുന്ന ഒരു അന്വേഷണമല്ല ഇതിൽ നടക്കുന്നത്. കാരണം ഇതുവരെ നടന്ന സ്വർണ്ണക്കള്ളക്കടത്ത് ഉൾപ്പെടെയുള്ള അന്വേഷണങ്ങൾ ചെയ്ത് നോക്കിയാൽ ഒന്നുകിൽ സംസ്ഥാന സർക്കാർ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ. സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും നേതൃത്വം കൊടുക്കുന്ന അന്വേഷണമാണെന്ന് വരുമ്പോൾ സംസ്ഥാന കേന്ദ്ര സർക്കാർ തമ്മിൽ ഒത്തുകളിച്ചു കഴിഞ്ഞാൽ പിന്നെ അന്വേഷണം എത്തില്ല. പക്ഷേ ഈ കേസിലെ പ്രത്യേകത എന്താണ്? ഈ കേസിലെ തട്ടിപ്പ് മുഴുവൻ പുറത്തു കൊണ്ടുവന്നത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയാണ്. ഹൈക്കോടതി വെച്ച ഒരു അന്വേഷണ സംഘമാണ്. ഹൈക്കോടതി തീരുമാനിച്ച അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ. ഹൈക്കോടതി കൊടുത്ത ഒരു ഫ്രെയിംവർക്കാണ്, മാൻഡേറ്റാണ്. ഹൈക്കോടതി കൊടുത്തിട്ടുള്ള സമയപരിധിയാണ്. ഹൈക്കോടതി ഇടക്കാല റിപ്പോർട്ട് പോലും സമയപരിധി കൊടുത്തിരിക്കുന്നു. രണ്ട്, ഇത് കൈകാര്യം ചെയ്യുന്നത് ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ചാണ്. മനസ്സിലായി? ഇത് വിശ്വാസത്തിൻ്റെ പ്രശ്നമാണ്. അപ്പോൾ ഇതെല്ലാം കൂടി ഇഴചേർന്ന് കിടക്കുന്നത് കൊണ്ട് മറ്റ് അന്വേഷണങ്ങൾ അട്ടിമറിക്കപ്പെട്ടതുപോലെ ഈ അന്വേഷണം അട്ടിമറിക്കപ്പെടാൻ ഉള്ള സാധ്യത തുലം കുറവാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ അന്വേഷണത്തിൽ ഭരണകൂടത്തിന് റോളില്ല. ഭരണകൂടത്തിന് റോളുള്ള അന്വേഷണങ്ങളാണ് അട്ടിമറിക്കപ്പെട്ടിട്ടുള്ളത്. ഒന്നുകിൽ സംസ്ഥാന അല്ല, അങ്ങനെയാണെങ്കിൽ പോലും ഈ പറയുന്ന ആരോപണ വിധേയരായ അല്ലെങ്കിൽ സംശയമുനകൾ നീങ്ങുന്ന രാഷ്ട്രീയക്കാരെല്ലാം ഭരണപക്ഷ പാർട്ടിയുടെ ഭാഗമാണല്ലോ. അല്ല, അതെല്ലാം ആണെങ്കിൽ പോലും ആ ഭരണപക്ഷമല്ല ഈ അന്വേഷണം നടത്തുന്നത്. മനസ്സിലായോ? കേന്ദ്ര ഭരണപക്ഷവും അല്ല ഈ അന്വേഷണം നടത്തുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി തീരുമാനിച്ച ഉദ്യോഗസ്ഥന്മാർ അവർ കൊടുത്തിട്ടുള്ള മാൻഡേറ്റിൻ്റെ അടിസ്ഥാനത്തിൽ അവർ കൊടുത്തിട്ടുള്ള സമയപരിധിക്കകത്ത് നിന്ന് അന്വേഷിക്കുക. അപ്പോൾ ഈ അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥന്മാർക്ക് കേന്ദ്ര ഭരണത്തോടോ സംസ്ഥാന ഭരണത്തോടോ ഉത്തരവാദിത്വമില്ല. ഈ അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥന്മാർക്ക് അന്വേഷണം ഏൽപ്പിച്ച ഹൈക്കോടതിയോട് മാത്രമേ ഉത്തരവാദിത്വമുള്ളൂ. ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഞങ്ങളോട് റിപ്പോർട്ട് ചെയ്യണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ സ്വാഭാവികമായും ഈ അന്വേഷണം വഴിതിരിഞ്ഞു പോയാൽ ഹൈക്കോടതി ഈ ഉദ്യോഗസ്ഥന്മാരോട് ചോദിക്കുമ്പോൾ അവർ അക്കൗണ്ടബിളായിരിക്കും. ഈ ഉദ്യോഗസ്ഥന്മാർ ഭരണകൂടത്തിന് അക്കൗണ്ടബിൾ അല്ല. ഈ ഉദ്യോഗസ്ഥന്മാർ അക്കൗണ്ടബിൾ ആയിട്ടുള്ളത് കോടതിയോട് മാത്രം. ഇതിൽ തന്നെ പ്രധാന അന്വേഷണ ഉദ്യോഗസ്ഥൻ സർക്കാരിന് അനഭിമതനാണ്. പിന്നെ വെള്ളാപ്പള്ളി നടേശൻ്റെ മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് കേസ് ഈ അന്വേഷണ ഉദ്യോഗസ്ഥൻ അന്വേഷിക്കേണ്ട എന്നാണ് സംസ്ഥാന സർക്കാർ ഹൈക്കോടതി പറഞ്ഞത്. അത് മറികടന്നുകൊണ്ട് ഇതേ അന്വേഷണ ഉദ്യോഗസ്ഥൻ തന്നെ പിന്നെ മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് കേസ് അന്വേഷിച്ചാൽ മതി എന്ന് ഹൈക്കോടതി പറഞ്ഞാൽ ആ അന്വേഷണ ഉദ്യോഗസ്ഥനാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട അന്വേഷണ ഉദ്യോഗസ്ഥൻ. പിന്നെ അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം 2-3 പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, കോടതിയോടാണ് അവർക്ക് മറുപടി പറയേണ്ടത്. രണ്ട്, വിശ്വാസത്തിൻ്റെ പ്രശ്നമാണ്. കാരണം കൊള്ള നടന്നു എന്ന് ജനങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്, ഹിന്ദുക്കൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ സ്വാഭാവികമായി ഇതിനകത്ത് പ്രതികൾ പിടിക്കപ്പെട്ടില്ലെങ്കിൽ അന്വേഷണ സംഘത്തിൻ്റെ തലവരും വിശ്വാസികൾ മുഴുവൻ അന്വേഷണ സംഘത്തിനെതിരാവും. മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്താ? ഇനി 5-6 മാസം കൂടെ അടുത്ത തെരഞ്ഞെടുപ്പിനുള്ളൂ. ഈ ഗവൺമെൻറ് അടുത്ത തവണ അധികാരത്തിൽ വരണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഉള്ള ഭരണകൂടത്തിനോട് 2-3 വർഷം മുമ്പുണ്ടായിരുന്ന അത്രയും കമ്മിറ്റ്മെൻറ്റ് പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ പശ്ചാത്തലത്തിൽ ഇതുവരെ നടന്ന അന്വേഷണത്തിൽ നിന്ന് വ്യത്യസ്തമായി ഈ അന്വേഷണത്തിലൂടെ സത്യം പുറത്തു വരാനുള്ള സാധ്യത വളരെ വലുതാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. രാഷ്ട്രീയ നേതാക്കന്മാർ തന്നെ സംശയമുനയിലേക്ക് ഇപ്പോൾ വന്നിട്ടുണ്ട്. രാഷ്ട്രീയ നേതാക്കന്മാർ ഒത്താശ ചെയ്തു, ഗൂഢാലോചന ചെയ്തു എന്ന് റിമാൻഡ് റിപ്പോർട്ട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും രാഷ്ട്രീയ നേതാക്കന്മാരുടെ അറസ്റ്റായിരിക്കും അന്വേഷണത്തിൻ്റെ അടുത്ത ഘട്ടത്തിൽ നടക്കാൻ പോകുന്നത് എന്ന് തന്നെയാണ് റിമാൻഡ് റിപ്പോർട്ട് വായിച്ചാൽ അതിൽ നിന്ന് നമുക്ക് ബോധ്യമാകും. കല്ലുവാതുക്കൽ മദ്യദുരന്ത കേസിലെ പ്രതിയായ മണിച്ചൻ്റെ ഡയറിയിൽ പേരുണ്ടായിരുന്ന ഒരു CPM നേതാവ് ഉണ്ടായിരുന്നു. ആ നേതാവ് പിന്നീട് മന്ത്രിയായതാണ്. അദ്ദേഹം ഇപ്പോൾ ഒരു MLAയുമാണ് നിലവിൽ. അതുപോലെ തന്നെയാണ് ഈ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത്, മന്ത്രിമാരായ K രാധാകൃഷ്ണൻ, VN വാസവൻ, ഒരു IPS ഉദ്യോഗസ്ഥൻ്റെ അച്ഛനായ വാസു, അങ്ങനെ നിരവധി പേര് ഇതിൽ സംശയമുനയിലാണ്. അവരൊക്കെ ഇതിൽ പ്രതിയായേക്കാം. പക്ഷേ അതുകൊണ്ട് തന്നെ മറുഭാഗത്ത് നിൽക്കുന്നത് വളരെ പ്രമുഖരായതുകൊണ്ട് തന്നെ ഈ അന്വേഷണം ഏത് വിധേനയും അട്ടിമറിക്കുക അല്ലെങ്കിൽ ഏത് വിധേനയും ഇതിനെ വഴിതിരിച്ചു വിടുക എന്നുള്ളത് നമ്മുടെ CPMൻ്റെയും സർക്കാരിൻ്റെയും ഒരു നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ്. അതെങ്ങനെയാകും എന്നാണ് ഇനി കണ്ടറിയേണ്ടത്. എന്തായാലും വരും ദിവസങ്ങളിൽ ഇതിനുള്ള നടപടികൾ ഉണ്ടാകും എന്ന് തന്നെ പ്രതീക്ഷിച്ച് നമുക്ക് കാത്തിരിക്കാം.